പൈലറ്റുമാരെ വിട്ടു നൽകിയിട്ടില്ലെങ്കിൽ ഖത്തറിനെ ആക്രമിക്കുമെന്ന് ഇറാൻ. ഒരു മാസത്തോളമായി ഈ മേഖലയിൽ ഇപ്പോൾ പൈലറ്റുമാരെ പിടിച്ചു വച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഹോർമുസ് കടലിനോടനുബന്ധിച്ച് നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് ഖത്തറിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതും ഖത്തറിലേക്ക് പ്രവേശിച്ച സമയത്ത് വെടിവെച്ചുകൊണ്ട് വിമാനം തകർക്കുകയാണ് ചെയ്തത് എന്ന റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരുന്നു. 4 പൈലറ്റുമാരും ജീവനോടെ ഖത്തറിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നാണ് ഇറാൻ ആരോപിച്ചത്. എന്നാൽ 4 എണ്ണമില്ല. ആദ്യം പറഞ്ഞത് ഒരാൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതും അദ്ദേഹം മരണപ്പെട്ട രീതിയിലാണ്, മൃതദേഹമാണ് കിട്ടിയത്. 3 പേരെക്കുറിച്ച് തങ്ങൾക്കറിയില്ല എന്ന റിപ്പോർട്ടാണ് ഖത്തറിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ട് പുറത്തു വന്നത്. അടുത്ത ഘട്ടത്തിൽ പറഞ്ഞത് 3 പേർ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവരെ കടലിൻ്റെ ഏതോ അജ്ഞാത മേഖലയിലാണ് പാർപ്പിച്ചത്, അത് കരഭാഗത്തേക്ക് മാറ്റണം എന്നുള്ളതും അവർക്ക് കുടുംബവുമായിട്ടും ബന്ധപ്പെട്ടവരുമായിട്ടും സംസാരിക്കാനുള്ള അവസര സാഹചര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതൊക്കെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നയതന്ത്ര ചർച്ചകളൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴത്തെ പുതിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഖത്തറിൻ്റെ സൈനികരോ ബന്ധപ്പെട്ടവരോ അല്ല വെടിവെച്ച് വിമാനത്തെ വീഴ്ത്തിയത്, അത് അമേരിക്കയാണ് എന്നുള്ളതാണ്. അത് ഖത്തറിൻ്റെ അനുവാദത്തോടു കൂടിയോ അല്ലെങ്കിൽ ഖത്തർ നിർദ്ദേശിച്ചതിനനുസരിച്ചോ അമേരിക്ക ഈ പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പോൾ വിലപേശലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നടത്തുന്നതും അമേരിക്ക തന്നെയാണ്. ഇത് തങ്ങൾ അനുവദിക്കില്ലെന്നും നിർബന്ധമായ രീതിയിൽ പൈലറ്റുമാരെ തിരിച്ചു വരണം, അതല്ലെങ്കിൽ നിങ്ങളും അമേരിക്കയും സംയുക്തമായ രീതിയിലാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് മനസ്സിലാക്കി തങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കും എന്ന തരത്തിലുള്ള ഒരു ഭീഷണി ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാമെന്നുള്ളതും നയതന്ത്ര ചർച്ച ഇനിയും തുടരാമെന്നുള്ളതും സമാധാനപരമായ രീതിയിൽ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടപെടൽ നടത്താൻ ഞങ്ങൾ സഹകരിക്കാമെന്നൊക്കെ ഖത്തർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറാൻ അതിന് വേണ്ടത്ര രീതിയിലുള്ള പ്രതികരണം ഇറാൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. മൊത്തത്തിൽ ഒരു യുദ്ധത്തിൻ്റെ വലിയ കാഹളം തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഏത് തരത്തിലാണോ നീങ്ങുന്നത്, ആ നീങ്ങുന്നതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നു. അഥവാ സാമ്പത്തിക ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്നു. ഉപരോധം എന്ന് പറയുന്നത് യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. തങ്ങൾ അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ നിലപാടിലൂടെ തന്നെയാണ് നീങ്ങുന്നത്. അഥവാ അമേരിക്കയെ സഹായിക്കുന്ന തരത്തിലുള്ള സമീപന രീതികൾ ഖത്തറിൻ്റെ ഭാഗത്തുണ്ടാകുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള പ്രയാസം അവർക്കുണ്ടാക്കും എന്നുള്ളതാണ്. ഈ ഖത്തറിലുള്ള ഈ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് 2025 തന്നെ ഇറാൻ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. 2026 അത് മൂർധന്യത്തിലെത്തിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നിലനിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷവും അവരുടെ യുദ്ധ സംവിധാനത്തിന് നേരെ കൃത്യമായ രീതിയിലുള്ള ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നപ്പോഴും അമേരിക്ക ഖത്തറിലെ ഉദൈദ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർവ്വ ആയുധ സംവിധാനങ്ങളും യുദ്ധ ടാങ്കുകളും കവചിത വാഹനങ്ങളും ഈ യുദ്ധ വിമാനങ്ങളും ജോർദാനിലേക്ക് മാറ്റുകയുണ്ടായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സംഭവം നടന്നത്. അത് സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ പേടിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഏത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന് നേരെ ആക്രമണം നടത്തിയാലും തങ്ങളത് ശത്രുവായിട്ട് തന്നെ കാണൂ എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. അപ്പോൾ ഇറാൻ എന്ത് ചെയ്തു? ജോർദാനെ ആക്രമിച്ചു. അപ്പോൾ ജോർദാൻ ആക്രമിച്ചു എന്ന് മാത്രമല്ല, ജോർദാനിൽ അവർ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട ബേസ് കേന്ദ്രീകരിച്ച് പോലും ആക്രമണം ഉണ്ടായി. അഥവാ ജോർദാനിൽ നിന്ന് രഹസ്യങ്ങൾ ചോർന്ന് ഇറാന് കിട്ടി എന്നുള്ളതാണ്. 25ഓളം സൈനിക ബേസുകൾ ചെറുതും വലുതുമായിട്ട് ജോർദാനിലുണ്ട് അമേരിക്കയുടേത്. അത് 2ഓ 3ഓ ബേസാണ് ശ്രദ്ധിക്കപ്പെട്ട സൈനിക ബേസും അറിയപ്പെടുന്ന സൈനിക ബേസും. ബാക്കിയെല്ലാം ഒളിത്താവളങ്ങൾ പോലെ ഇടുങ്ങിയ ഭാഗത്തോ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഭാഗത്തോ അങ്ങനെയൊക്കെയാണ് ഈ പ്രവർത്തികൾ അമേരിക്ക ചെയ്യുന്നത്. ജോർദാൻ അമേരിക്കക്കെതിരെ എന്തെങ്കിലും നിലപാടെടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടാവാറില്ല. 1967 അത് അവസാനിച്ചു. അറബ്-ഇസ്രായേൽ യുദ്ധത്തോടുകൂടി ജോർദാൻ്റെ പരമാവധി സ്വതന്ത്രമായിരിക്കുന്ന അഭിപ്രായം നിലപാടുകൾ അവസാനിച്ചു എന്ന് മാത്രമല്ല, 1967 ശേഷം ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം മാത്രമല്ല സൗഹൃദ ബന്ധം ഉണ്ടാക്കി. അപ്പോൾ വലിയ ബന്ധങ്ങളാണ് ഇപ്പോൾ ജോർദാനും ഇസ്രായേൽ തമ്മിലുള്ളത്, ജോർദാനും അമേരിക്കയും തമ്മിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള എതിർപ്പൊന്നും ജോർദാൻ അമേരിക്കക്കെതിരെ പ്രകടിപ്പിക്കാറില്ല. കീഴ്പ്പെട്ട് ജീവിക്കുന്നൊരു രാജ്യം പോലെ
ആഢ്യത്വത്തിൻ്റെ കീഴിൽ തങ്ങൾ അടിമ വംശജരെ പോലെ എന്നൊക്കെ പരാമർശങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒമാൻ്റെ പത്രങ്ങൾ എഴുതിയിട്ടുണ്ട് ജോർദാനെ കുറിച്ച്. ആ തരത്തിലാണ് അവിടെ രീതി കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടേക്ക് മാറ്റി ഈ യുദ്ധ സാമഗ്രികളൊക്കെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിരിക്കുന്ന ഒരു അനുമതിയൊന്നും, ജോർദാൻ്റെ അനുമതിയൊന്നും അമേരിക്കയ്ക്ക് ആവശ്യമില്ല. പക്ഷേ ഈ രഹസ്യമായിരിക്കുന്ന പല മേഖലയും കൃത്യതയോടുകൂടി ഇറാന് മനസ്സിലാക്കുകയും ഇറാൻ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും ചെയ്തു. വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അഥവാ പറയുന്നത് എങ്ങനെയാണ്, ഖത്തറിൽ നിന്ന് ജോർദാനിലേക്ക് മാറ്റപ്പെട്ട അമേരിക്കയുടെ യുദ്ധസാമഗ്രികളും സംവിധാനത്തിൻ്റെയും 30% ഒരൊറ്റ രാത്രി കൊണ്ട് ഇറാൻ തകർത്തു. അപ്പോൾ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിൻ്റെ കണക്ക് ഇപ്പോഴും പറയാൻ പറ്റാത്തതാണ്. ആ തരത്തിലാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത്, അതായത് ഖത്തറിൽ അമേരിക്കക്ക് സുരക്ഷയില്ലാത്തൊരു സാഹചര്യങ്ങൾ ഇറാന് സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ ജോർദാനിലും അമേരിക്കക്ക് സുരക്ഷിതമില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതാണ് അവർ അതിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം. ഇനി അടുത്ത ഘട്ടം പറയുന്ന സമയത്ത് ഇറാൻ്റെ യുദ്ധവിമാനങ്ങളെ ആക്രമിച്ചു. യുദ്ധവിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഹോർമുസ് കടൽ അടക്കമുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ചെയ്യുന്ന പ്രവർത്തനത്തെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിമാനത്തെ പറഞ്ഞയച്ചത് എന്നുള്ളതാണ് ഇറാൻ്റെ പക്ഷം. അതിനെയാണ് ഖത്തറിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാകുന്നത്. അതിന് ഖത്തർ മറുപടി പറയുന്നത് തങ്ങളുടെ രാജ്യാതിർത്തി കടന്നുകൊണ്ട് തങ്ങളുടെ അനുവാദമില്ലാതെ പ്രവേശിച്ച സമയത്താണ് തങ്ങൾക്ക് ആക്രമിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യ വകുപ്പ് അതിനെ വിശദീകരിക്കുന്നത് ആക്രമിച്ചത് ഖത്തറല്ല, ആക്രമിച്ചത് അമേരിക്കയാണ്. അങ്ങനെ ആ സമയത്ത് അതിന്, അതായത് അവരുടെ ഈ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണ് അമേരിക്ക ആക്രമിച്ചത് എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോഴത്തെ പ്രശ്നം പൈലറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 4 പൈലറ്റിൽ ഒരാളുടെ മൃതദേഹം തിരിച്ചു കൊടുത്തു. ആ മൃതദേഹം വല്ലാത്ത രീതിയിൽ വികൃതമായിട്ടുണ്ട് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. 3 പേരെ ജീവനോടെ ഇപ്പോൾ ആരുടെ കൈവശത്തിലുണ്ട്? ഖത്തറിൻ്റെ കൈവശം. അവരെ ചോദ്യം ചെയ്തു വരുന്നു എന്ന് മാത്രമല്ല, അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരം ഇപ്പോൾ ആര് പറയുന്നില്ല? ഖത്തർ പറയുന്നില്ല. ഇത് നിരാശാജനകമാണ്, ഇത് പ്രയാസമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? തങ്ങളുടെ പൈലറ്റുമാരെ കുടുംബവുമായിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനവും കരഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ട് അവരെ മറ്റുള്ളവർക്ക് നിരീക്ഷണം നടത്താനുള്ള സംവിധാനമുണ്ട്. അത് ആരോഗ്യപരമായിരിക്കുന്ന പരിരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഏതായിരുന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇതേ അവസ്ഥാ സാഹചര്യങ്ങൾ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഖത്തറിനെ ഇറാൻ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ, അവിടെ അമേരിക്ക പ്രതിരോധിക്കുന്നൊരു സാഹചര്യങ്ങൾ വന്നാൽ ഈ മേഖല മറ്റൊരു യുദ്ധ മേഖലയായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അത് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാവുന്ന മാത്രമല്ല, ഇനിയൊരു യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണക്കുറിപ്പ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷെഷ്കിയാൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ട്. മേഖല ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത രീതിയിലുള്ള അതികഠിനമായിരിക്കുന്ന യുദ്ധമായിരിക്കും ഇനി ഭാവിയിൽ വരാൻ പോകുന്നത്. തങ്ങൾ അതിനുള്ള എല്ലാവിധ സംവിധാന കാര്യങ്ങളും തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആക്രമണത്തിൻ്റെ തീയതി നിശ്ചയിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യാത്തത്ര കഠിനമായിരിക്കുന്ന ഒരു ശിക്ഷയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്ക മാറുന്നു. അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ അവർ മാറുന്നു. അത് ഖത്തറിനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പൈലറ്റുമാരെ തിരിച്ചു. ഈ പൈലറ്റുമാരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് രാജ്യരഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി സാധിക്കും. ആ പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് അതികഠോരമായിരിക്കുന്ന ശിക്ഷ തന്നെയാണ് അവരനുഭവിക്കുക എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതും ഒരു ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് എന്നതിൽ യാതൊരു സംശയമില്ല.